മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കാണാൻ വന്നതാണ്. കഴിഞ്ഞ വർഷം കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ. അതന്നെയാണ് രോഹിണി, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ കുട്ടികളും സ്ത്രീകളും അങ്ങനെ വലിയൊരു ആവേശം, ഒരു ആവേശ കടൽ തന്നെയാണ് ഇവിടെ തിരതല്ലുന്നത്. ഞാനങ്ങ് കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്ന് കാല് കുത്തുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു ബ്ലോക്ക് അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് വേർ ഇസ് ദ കിങ്? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ചേട്ടാ എവിടുന്നാ വരുന്നേ? ഞങ്ങള് പാലക്കാട് കല്ലേപ്പുള്ളിയാ വീട്. മോദിജിനെ കാണാൻ വന്നതാണോ? മോദിജിയെ കാണാൻ വന്നാണ്. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് മോദിജിനെ കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയ്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഉമ്മർ. ഞാനൊരു മുസ്ലിംസാണ്. എന്താ എങ്ങനെയാ മോദിജിന്റെ ഫാൻ ആയത്? മോദിജി നല്ല ഭരണമല്ലേ കാഴ്ചവെക്കുന്നത്. ബോംബെയിൽ 10-20 കൊല്ലം ഞാനും രമൺ നായിക്കും കൂടെ മുക്കറായിട്ട് ശ്രമിച്ചിട്ടും പറ്റാതെ പോയ പണിയാന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒപ്പിച്ചെടുത്തത്. മോദിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് പാലക്കാട് തന്നെ, കല്ലേപ്പുള്ളി. എന്റെ പെങ്ങളാ. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. മോദിജിനെ കാണാൻ വേണ്ടി വന്നതാ? അതെ അതെ, ഫാനാണ് മോദിജി. അതെ അതെ. ഇവൻ ഭയങ്കര ഭക്തനാ അല്ലേ? നോക്കൂ രോഹിണി, മോദിജി കുട്ടികളടക്കം, കുഞ്ഞു കുട്ടികളടക്കം മോദിജിയെ കാണാൻ വേണ്ടി, മോദിയുടെ ഫാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. താങ്കളുടെ പേരെന്താണ്? ടോണി തോമസ്. എന്റെ പേര് ഉമ്മർ. ഞാനൊരു മുസ്ലിംസാണ്. സ്ഥലം നോർത്ത് പറവൂരി. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ കുടിച്ച് ബോധമില്ലായിരുന്നു സാറേ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണ്. ഒറ്റ രാത്രി വെളുത്തപ്പോൾ ഉമ്മറ വീണ്ടും ടോമി തോമസായി. മോദിയെ കാണാനായി ഇന്നലെ എത്തിയതാണെന്ന് പോലും. പ്രധാന ജോലി മോഷണം. ജീവിതം ഒന്ന് പച്ച പിടിച്ചു വരുമെന്ന് കരുതിയതാ. ഇനി പഴയതുപോലെ തന്നെ കള്ളവാറ്റിന് പോകേണ്ടി വരും. എന്നെ പിന്നെ പാലക്കാട് എത്തിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ഏകദേശം 3 മാസവുമായി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനാണ് ഒടുവിൽ ജയിലിൽ പോയത്. ആ പെരുങ്കള്ളനെയാണ് ഇന്നലെ ആരോ വേഷം കെട്ടിച്ചത്. ഞാൻ പറഞ്ഞ കള്ളനവൻ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. കൃത്യമായി അത് ഏതോ ചാനലുകാർ വാർത്തയുമാക്കി. സത്യം പറഞ്ഞാൽ ഇന്നീ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ പോലും അടിച്ച മാട്ട സാധനത്തിന്റെ വൃത്തികെട്ട സ്മെല്ലാണ്. ആരോ വേഷം കെട്ടിച്ചു. പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാ സാർ. എന്തെങ്കിലും വാങ്ങി നൽകാമെന്ന് പറഞ്ഞു കാണും. അതാണ് ഈ പാവം മോദി ഫാനായത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തായാലും പാലക്കാട്ടെ പെരുങ്കള്ളനെയാണ് BJP-ക്കാർ വെളുപ്പിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ചെയ്യുന്ന കള്ളത്തരാ എന്നാ ഒരിത്തിരി മാന്യമായിട്ടുള്ള ഒരാളെ കൊണ്ടുവരായിരുന്നില്ലേ? ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. ഭരണം കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. അതിന് എന്ത് വൃത്തികേടും കാണിക്കാനായിട്ട് ഒരുവിധം മടിയില്ല. തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞത് ശരിയല്ലേ? അല്ല, എന്തായാലും ശോഭേജിക്ക് ഒരു സമാധാനം ഉണ്ട്. കാരണം എന്താ വെച്ചാല് പാലക്കാട് കടാപ്പുറത്ത് ഒരു രാത്രി ഉറക്കൊഴിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാലക്കാട് കടലില്ല എന്നുള്ള കാര്യം തന്നെ ബോധമില്ലേ അതിന്? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. എന്നിട്ടാണ് ആ കടപ്പുറത്ത് ഈ രാത്രി ഉറക്കൊഴിച്ചിരിക്കും ജയിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞേ. എന്തായാലും ഇരിക്കേണ്ടി വരൂലേട്ടാ. ഇതേമാരത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത് ജനങ്ങളൊക്കെ കണ്ട് തിരിച്ചറിയുമ്പോ ഇത് തന്നെയല്ലേ ജയിച്ചാലും കാണിക്കാൻ പോകുന്നേ. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ ഈ സമയത്ത് പോലും ഇത്ര കുഞ്ഞു കുട്ടികൾ പോലും മോദി എന്ന ആ താരപ്രഭാവത്തിന്, ആ വ്യക്തിപ്രഭാവത്തിന് മേൽ ഇത്രയധികം ആരാധന ചൊരിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം.